തമിഴ്നാട് തെങ്കാശിയിലെ മത്തളംപാറ എന്ന കുഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന മൈക്രോസോഫ്റ്റിനോടും ഗൂഗിളിനോടും കിടപിടിക്കുന്ന സംരംഭം. ലോകമാകെ 10 കോടി ഉപഭോക്താക്കൾ, 160 രാജ്യങ്ങളിൽ ബിസിനസ്, 10,000 കോടിയുടെ വാർഷിക വിറ്റുവരവ്, 1,00,000 കോടിയുടെ മൂല്യമുള്ള ഒരു സംരംഭം. ദ മോസ്റ്റ് അണ്ടർറേറ്റഡ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്. ₹1 പോലും പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സോഹോ. വാട്സപ്പിന് ഇന്ത്യയുടെ ബദലായി അരട്ടൈ കൊണ്ടുവന്ന സോഹോ. പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ശ്രീധർ വെമ്പു. കാലിഫോർണിയയിൽ നിന്ന് തെങ്കാശിയിലെ മത്തളംപാറയിലേക്ക്, മൈക്രോസോഫ്റ്റിനോട് മത്സരിക്കുന്ന സോഹോയിലേക്ക് വെമ്പു എത്തിയത് എങ്ങനെയാണ്? ലെറ്റ്സ് ടോക്ക് ബിസിനസ്. ൽ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനനം. സഹോദരി രാധാ വെമ്പു, സഹോദരൻ ശേഖർ വെമ്പു. സാമ്പത്തികമായി അത്ര നല്ല പശ്ചാത്തലമായിരുന്നില്ല വെമ്പുവിൻ്റേത്. IIT മദ്രാസിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. പിന്നീട് ന്യൂജേഴ്സിയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സും PhDയും നേടി. അധികം വൈകാതെ കാലിഫോർണിയയിലെ ക്വാൽകോമിൽ വയർലെസ് എഞ്ചിനീയറായി വെമ്പു കരിയർ തുടങ്ങി. 1996 സഹോദരങ്ങൾക്കൊപ്പം ഒരു സംരംഭം തുടങ്ങുകയാണ്, അഡ്വൻനെറ്റ്. ടെലികോം കമ്പനികൾക്ക് നെറ്റ്വർക്ക് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകൾ നൽകുന്ന ഒരു സംരംഭം. പ്രതീക്ഷിച്ച അത്ര സുഖകരമായിരുന്നില്ല അഡ്വൻനെറ്റിന്റെ തുടക്കം. പക്ഷേ പതിയെ പതിയെ കമ്പനി ശ്രദ്ധേയമായി. 90കളുടെ അവസാനം, 2000ന്റെ ആദ്യ സമയം, .com ബബിൾ ബ്ലാസ്റ്റ്. ഇന്റർനെറ്റ് അധിഷ്ഠിത സംരംഭങ്ങൾക്ക് വലിയ ഭാവിയുണ്ടെന്ന് കരുതി ധാരാളം ഇൻവെസ്റ്റ്മെന്റുകൾ വന്നു. കമ്പനികൾക്ക് ഓവർ വാല്യൂ ആയി, ഹൈപ്പായി. പിന്നീട് ആ ബബിൾ പൊട്ടി. നിരവധി സംരംഭങ്ങൾ തകർന്നു. ഈ സമയത്ത് ശ്രീധർ വെമ്പുവിന് പുതിയൊരു ഐഡിയ തോന്നി. ബിസിനസ്സുകൾക്ക് ക്ലൗഡ് ബേസ് ചെയ്ത് സോഫ്റ്റ്വെയറുകൾ വേണം. ഇൻവെസ്റ്റർമാരില്ല, ഹൈപ്പില്ല, കൊട്ടിഘോഷിച്ച് വാർത്തകളില്ല. സോഹോ പിറന്നു. ഇൻവെസ്റ്റ്മെന്റിനായി സോഹോ ആരുടെയും പിന്നാലെ പോകില്ല. നിക്ഷേപകരെ തൃപ്തിപ്പെടുത്താനല്ല പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നത്, ചില മൂല്യങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. ഇതായിരുന്നു വെമ്പുവിന്റെ പോളിസി. 2009 അഡ്വൻനെറ്റ് സോഹോ കോർപ്പറേഷൻ എന്ന് പേര് മാറ്റി. പിന്നാലെ കമ്പനി ആദ്യ ഓഫീസ് സ്യൂട്ട് പ്രോഡക്റ്റ് സോഹോ റൈറ്റർ ലോഞ്ച് ചെയ്തു. ലോകത്തിലെ ക്ലൗഡ് സോഫ്റ്റ്വെയർ കമ്പനികളോട്, ആ കുത്തകയോട് സോഹോ കട്ടയ്ക്ക് നിന്നു, വളർന്നു. 2004 വെമ്പു സോഹോ സ്കൂൾ ആരംഭിച്ചു. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ കുറിച്ച് ഉൾഗ്രാമങ്ങളിൽ ഉള്ളവർക്ക് അറിവ് നൽകാനായിരുന്നു ഇത്. കോളേജ് ഡിഗ്രിയോ ഇംഗ്ലീഷിൽ ഫ്ലുവൻസിയോ ഇല്ലെങ്കിലും പഠിക്കാനുള്ള, അറിയാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കും ഇവിടെ കോഡിംഗ് പഠിക്കാം. അങ്ങനെ പഠിച്ചിറങ്ങി സോഹോയിൽ ജോലി നേടിയവരുമുണ്ട്. 2019 ഒരു വലിയ മാറ്റമുണ്ടായി. അമേരിക്കയിൽ നിന്ന് വെമ്പു തെങ്കാശിയിലെ മത്തളംപാറ എന്ന കുഗ്രാമത്തിലേക്ക് വന്നു. ഗ്രാമങ്ങളിൽ നിന്ന് IT ലോകത്ത് പുതുചരിത്രം കുറിക്കാനൊരുങ്ങി. ആഡംബര വാഹനങ്ങളോ വീടുകളോ ഇല്ല. സൈക്കിളിലും ഓട്ടോയിലും സഞ്ചരിക്കുന്ന ഗ്രാമീണരോട് കുശലം പറയുന്ന, അവിടുത്തെ കുട്ടികളോട് ടെക്കിനെ പറ്റി സംസാരിക്കുന്ന ബിസിനസ്സുകാരനാണ് വെമ്പു. ലോകത്ത് പല രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന ബിസിനസ് അദ്ദേഹം തെങ്കാശിയിൽ നിന്ന് നിയന്ത്രിക്കുന്നു. ഗ്രാമങ്ങളിൽ നിന്നുള്ളവർക്ക് തൊഴിൽ നൽകാനും വെമ്പു ശ്രദ്ധിച്ചു. 2020 ആയപ്പോഴേക്കും 50 മില്യൺ ഉപഭോക്താക്കൾ സോഹോയ്ക്കായി. 2022 നവംബർ ആയപ്പോഴേക്കും 160ലേറെ രാജ്യങ്ങളിലായി 50,000-ലേറെ സ്ഥാപനങ്ങളുമായി സോഹോ പടർന്നു. 2022 ജൂലൈയിൽ ഉപഭോക്താക്കളുടെ എണ്ണം 80 മില്യൺ കടന്നു. സോഹോ മീറ്റിംഗ്, സോഹോ ഷീറ്റ്, സോഹോ ഷോ, സോഹോ വേർഡ് ഡ്രൈവ്, അങ്ങനെ നിരവധി സോഫ്റ്റ്വെയറുകൾ സോഹോ കൊണ്ടുവന്നു. 2021 ശ്രീധർ വെമ്പുവിനെ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. 2021 ജനുവരിയിൽ സോഹോ ഒരു ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞ മാസം ആ ആപ്പ് വാർത്തകളിൽ ഇടം നേടി. വാട്സാപ്പിന് ഒരു ഇന്ത്യൻ ബദൽ, അരട്ടൈ. ഇന്ന് അരട്ടൈ ആപ്പ് ഫേമസ് ആണ്. ആനന്ദ് മഹീന്ദ്ര ഉൾപ്പെടെയുള്ള ബിസിനസ്സുകാരും മന്ത്രിമാരും പോലും ഈ സ്വദേശി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നു. വെറും 3 ദിവസങ്ങളിൽ 3000 സൈനപ്പിൽ നിന്ന് 350K സൈനപ്പുകൾ, അതായത് 3 ലക്ഷത്തിലേറെ സൈനപ്പുകളിലേക്ക് അരട്ടൈ കുതിച്ചു. എന്താണ് സോഹോയുടെ തന്ത്രം? സോഹോ കൂടുതലായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് സ്മോൾ ആൻഡ് മിഡ് സൈസ് ബിസിനസിനെയാണ്. സോഹോയുടെ മൊത്തം വരുമാനത്തിൽ 70% SMBയിൽ നിന്നാണ്. സോഹോ ഒരൊറ്റ പ്രോഡക്റ്റ് ആയിട്ടല്ല, ഒന്നിലധികം പ്രോഡക്റ്റുകൾ ഒരുമിച്ചാണ് ഇവർക്ക് നൽകുന്നത്. അതിനാൽ തന്നെ മറ്റു കമ്പനികൾക്ക് സോഹോയുടെ പ്രോഡക്റ്റുകൾ വാങ്ങുന്നത് ലാഭമാണ്. കൂടുതൽ പേർ സോഹോ തേടിയെത്താൻ ഇതാണ് കാരണം. സെയിൽസ് ഫോഴ്സ് പോലെയുള്ള മറ്റു കമ്പനികൾ അവരുടെ വരുമാനത്തിന്റെ 37% വരെ മാർക്കറ്റിംഗിനായി ചെലവാക്കുന്നു. 17% മാത്രം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനായി മാറ്റിവെക്കുന്നു. എന്നാൽ സോഹോ അവരുടെ വരുമാനത്തിന്റെ 60%
റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനായിട്ടാണ് മാറ്റിവെക്കുന്നത്. 20% മാത്രമേ മാർക്കറ്റിംഗിനായി നൽകുന്നുള്ളൂ. മറ്റൊന്ന് വെമ്പുവിന്റെ ദീർഘവീക്ഷണമാണ്. ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള നേത്ര സെമി എന്ന സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പിൽ സോഹോ കോടികളുടെ നിക്ഷേപം നടത്തിയത്. ഭാവി മുൻകൂട്ടി കണ്ടാണ് സോഹോയുടെ ഓരോ നീക്കവും. ഇപ്പോഴിതാ ഗൂഗിൾ വർക്ക് പ്ലേസിനോട് എതിരിടാൻ വാണി എന്ന പ്ലാറ്റ്ഫോമുമായി സോഹോ എത്തിയിരിക്കുന്നു. വൻകിട കമ്പനികൾക്ക് ബദലായി മാറുകയാണ് ഇന്ത്യയിലെ ഈ സ്റ്റാർട്ടപ്പ്. ടെക് മേഖലയിലെ ഇന്ത്യൻ കുതിപ്പിന് ഇനി നമുക്ക് സാക്ഷ്യം വഹിക്കാം.